ഹായ്, യുവപ്രഗതി നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുടിച്ചായ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നുമല്ല, പുഞ്ചപ്പാടോ അങ്ങനെയുള്ള സ്ഥലമല്ല. ഇത് നമ്മുടെ മൂവാറ്റുപുഴ കോതമംഗലം റൂട്ടിലെ കറുകടം എന്നൊരു സ്ഥലമുണ്ട്. നിങ്ങൾ ബസ്സിലോ കാറിലോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കറുകടത്ത് ഈ പുൽത്തകിട്. ഈ പുൽത്തകിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുണ്ട്, മനോജ്, ജോബി. അവർ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. പേൾ ഗ്രാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ വീടുകളിലും ഇപ്പം 50 സ്ക്വയർ ഫീറ്റ് തൊട്ട് 5000 സ്ക്വയർ ഫീറ്റ് വരെ ഈ പുല്ല് വെക്കുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലും പുല്ലില്ലാതെ ഒരു പുതിയ വീടില്ല. കുറച്ച് പെവിള്, കുറച്ച് പുല്ല്, അങ്ങനെയാണ് ഇവർ വെക്കുന്നത്. അപ്പോൾ ഈ പേൾ ഗ്രാസിന് പ്രത്യേക മെത്തേഡാണ് ഇവർ കൊടുക്കുന്നത്. സാധാരണ എല്ലാ സ്ഥലങ്ങളിലും മണ്ണിലും കളിമണ്ണിലും ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിന് കുറേ ബുദ്ധിമുട്ടുകൾ വരും. പുഴുവിൻ്റെ ശല്യം, ചെതലിൻ്റെ ശല്യമൊക്കെ കൂടും. ഇതാകുമ്പം നമ്മൾ ചകിരിച്ചോറിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവരുടെ. വളരെ രസമാണ് കാണാനും നമുക്ക് കൊണ്ട് ഉപയോഗിക്കാനും എല്ലാം നല്ലതാണ് ഈ പേൾ ഗ്രാസിൻ്റെ ഈ മെത്തേഡ്. എൻ്റെ സുഹൃത്തുക്കളാണ് ജോബിയും പിന്നെ മനോജും. ഈ കറുകടത്തെ ഇതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി അവരെ ക്ഷണിക്കുകയാണ്. ജോബി, മനോജെ വന്നേ, ചോദിക്കട്ടെ. ഹായ്, നമസ്കാരം. നമസ്കാരം. സുഖം തന്നെയല്ലേ? മഴ നിങ്ങൾക്ക് പ്രശ്നമാണ്? അതല്ലേ. നിങ്ങൾ ഈ പുല്ല് നടുന്നതിനെ കുറിച്ചും വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ചും ഒരു അഭിപ്രായം ജോബി ഒന്ന് പറഞ്ഞേ. അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും മണ്ണിലൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്നത് ചകിരിച്ചോറിൻ്റെ മാറ്റില്ല. ചകിരിച്ചോറ് നടത്തിയിട്ട് ചകിരിച്ചോറാണ് ചെയ്യുന്നത്. ഇത് പിന്നെ ചകിരിച്ചോറ് എന്ന് പറയുമ്പോൾ നമുക്ക് കളകളധികം കുറവുണ്ടാവും, പിന്നെ മെയിൻ്റനൻസിൻ്റെ കുറവുണ്ട്, പിന്നെ ചെതലിൻ്റെ പ്രശ്നം വരില്ല. പിന്നെ നമ്മൾ കസ്റ്റമർ മേടിച്ച് കൊണ്ട് വെക്കുന്നതും എളുപ്പത്തിലാണ്. പണി എളുപ്പം തീരും. പണി നമ്മൾ എത്ര 1000 സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റൊക്കെ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് വിരിച്ച് തീർക്കാം. പിന്നെ പ്ലാന്റ് ചെയ്യാൻ മേടിച്ചുകൊണ്ട് പോകാൻ ഒരു പുല്ല് പോലും നഷ്ടപ്പെടില്ല. നല്ല ലാഭത്തിലുള്ള പുല്ലാണ്. പിന്നെ പ്രത്യേകിച്ച് എന്ന് കഴിഞ്ഞാൽ ഇവിടെ മെയിൻ്റനൻസ് കുറവാണ്. 3 മാസം 4 മാസം കൂടുമ്പോൾ ഒന്ന് മെയിൻ്റനൻസ് ചെയ്താൽ മതി. അതാണ് ഈ പേൾ ഗ്രാസിൻ്റെ ഉള്ള പ്രത്യേകത. ഞങ്ങളിത് 20 സ്ക്വയർ ഫീറ്റിൻ്റെ റോഡായിട്ടാണ് കട്ട് ചെയ്യുന്നത്. 20 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ നമുക്ക് വിരിക്കാനും ഒന്നിച്ച് പെട്ടെന്ന് നമുക്ക് വർക്ക് തീരും. സൗകര്യമുണ്ട്. അപ്പോൾ ഇവർ ഈ പുല്ല് കട്ട് ചെയ്യുന്നത് വളരെ വിശാലമുണ്ട്. 20 സ്ക്വയർ ഫീറ്റ് വെച്ച് നീളത്തിലും 2 അടി വീതിയിലുമാണ് ഇവർ കട്ട് ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിൽ ഒരു സൈക്കിളിലോ ബൈക്കിലോ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. പോരാഞ്ഞിട്ട് ഇവർക്ക് പാഴ്സൽ സൗകര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇത് പാഴ്സൽ ചെയ്ത് വിടുന്നതാണ്. അതായത് 20 സ്ക്വയർ ഫീറ്റ് ഏറ്റവും കുറഞ്ഞത്, അതൊക്കെ മേലെ എത്ര വേണമെങ്കിലും ചെയ്ത് വിടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പുല്ലിന് ഇവർക്ക് ഫുൾ ഗ്യാരണ്ടിയാണ്. ഇതിനകത്ത് മറ്റുള്ള പുല്ലുകളോ സാധാരണ പബ്ലോ ഗ്രാസോ അങ്ങനെയുള്ള ഗ്രാസുകളൊക്കെ കയറി വരും. ഇതിനകത്ത് അതൊന്നുമില്ല. അവർ വളരെ നോക്കി ചെയ്യുന്നതാണ്. നോക്കിയാൽ തന്നെ അറിയാം, വളരെ മനോഹരമായിട്ടാണ് ഇവരത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ വീട്ടിലും ശകലമെങ്കിലും പുല്ല് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ചുവട്ടിൻ്റെ നമ്പർ കൊടുക്കും. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ചെയ്യുന്നതാണ്. പേൾ ഗ്രാസ് കൂടാതെ ഇവർക്ക് മെക്സിക്കൻ ഗ്രാസ് കൂടെയുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ നിങ്ങളെ കാണിച്ചു തരാം. മെക്സിക്കൻ ഗ്രാസും ചെയ്തു തരും. അപ്പം നിങ്ങളെങ്ങനെയാണ് സാധാരണ ഇത് ചെയ്ത് കൊടുക്കുന്നത്? മെയിൻ്റനൻസും ഈ നടിയിലും ഒക്കെ ചെയ്ത് നമ്മൾ നടിയിൽ കൊടുക്കും. നമ്മുടെ 2 മാസത്തെ ഗ്യാരണ്ടി. നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 2 മാസം വരെ നമ്മൾ കെയർ ചെയ്ത് കൊടുക്കും. 2 മാസം മെയിൻ്റനൻസ് നമ്മൾ കളയൊക്കെ പറിച്ച് ഒന്ന് ഷീറ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കും കസ്റ്റമറിന്. അത് എവിടെ വിളിച്ചാലും നമ്മൾ പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഷീറ്റായിട്ടും വെച്ച് കൊടുക്കാറുണ്ട്. ഷീറ്റായിട്ടും വെച്ചാലും നമ്മൾ ഒരാഴ്ചത്തെ മെയിൻ്റനൻസും കട്ടിങ്ങും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ പുല്ലിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യമായിട്ട് പറഞ്ഞു. അവർ സംസാരിച്ചു, ഇത് എങ്ങനെ പ്ലാൻ ചെയ്യും, എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അത് കട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ കാണുന്ന വളരെ മനോഹരമാണ് അത് കാണാൻ. അവർ വന്നിട്ട് കറക്റ്റ് 20 സ്ക്വയർ ഫീറ്റിൽ കട്ട് ചെയ്യും. കറക്റ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റോള് ചുട്ടിക്കൊണ്ട് പോകുന്ന രീതിയിലാണ്. അപ്പോൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ഇവർ ഓണർമാർ മനോജും ജോബിയും പറഞ്ഞു തരുന്നതാണ്. അതൊന്ന് കാണുക. ഈ 2 അടി വീതിയിലും 10 അടി നീളത്തിലാണ് ഒരു ഫ്രെയിം ഉണ്ടാക്കിയേക്കുക. ഫ്രെയിം ഉണ്ടാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് ഇത് വളരെ ഇങ്ങനെ കട്ട് ചെയ്ത് റോൾ ചെയ്തെടുക്കും. പിന്നെ ഇത് പ്ലാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പ്ലാൻ ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമുക്കിത് 45 ദിവസം കൊണ്ട് നമുക്ക് ഇതേപോലെ ഷീറ്റാക്കി എടുക്കുകയും ചെയ്യാം. ഇത് നമ്മൾ ചകിരിച്ചോറ് എടുക്കണമൊക്കെ ചെയ്യണ കൊണ്ട് നല്ലൊരു മാറ്റായിട്ട് കിട്ടുന്നു. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ
സൈഡ് പൊട്ടിപ്പോവോ പൊടിഞ്ഞു പോവുകയോ കസ്റ്റമർക്ക് മേടിക്കുന്നവർക്ക് നഷ്ടമില്ലാത്ത രീതിക്ക് പൊടിഞ്ഞു പോകാത്ത രീതിക്ക് നമുക്ക് കിട്ടും. ഇത് കൊണ്ടുപോയി നമുക്ക് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ഇട്ടിരുന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ കൊണ്ടുപോയിട്ട് വിടർത്തി ഇട്ടിട്ട് നനച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് പ്ലാൻ ചെയ്ത് എപ്പോഴാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സമയം പോലെ എടുത്ത് ചെയ്യാം. $2000 $3000 സ്ക്വയർ ഫീറ്റൊക്കെ നമുക്ക് ഒറ്റ മണിക്കൂർ കൊണ്ട് കട്ട് ചെയ്ത് ലോഡ് ചെയ്ത് വിടാം. അത്ര എളുപ്പത്തിലാണ് നമ്മൾ ചെയ്യണത്. കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി അത് റോൾ ചെയ്താൽ മതി. കഴിഞ്ഞു. എന്ത് എളുപ്പത്തിനാണ് പരിപാടി കഴിഞ്ഞ്. ഇതിന് വേറെ സ്ഥലത്ത് കൊണ്ട് നേരെ ഷീറ്റ് ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ അങ്ങനെ കൊണ്ട് വിരിച്ചു കൊടുത്താൽ മതി. നമ്മൾ ടൈല് ജോയിൻറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഞാൻ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഈ പുല്ലാണ് ഉപയോഗിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് വളരെ ഗ്യാരൻറ്റിയോടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പുല്ല് കൊണ്ടുപോകുന്നത്, ഇതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇത് ഓർക്കുക, നിങ്ങളൊരു പുല്ല് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മുറ്റത്തൊരു പുല്ല് വിരിച്ചാൽ മതിയെങ്കിൽ ഏത് പുല്ലും വിരിക്കാം. പക്ഷേ അത് കംപ്ലൈൻ്റ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പുല്ല് തന്നെ വിളിക്കുക, ആവശ്യക്കാരൻ്റെ വിളിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. നമ്മൾ കൂടുതലായിട്ട് ഈ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം.